ലക്ഷക്കണക്കിന് നബി വചനങ്ങളും ആ പശ്ചാത്തലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാത്ത ഒന്നും അറിയാത്ത നമ്മൾ 14 നൂറ്റാണ്ട് ഇപ്പുറത്ത് വെച്ച് ഡിക്ഷണറിയുടെ പിൻബലത്തോടെ സ്വന്തം ബുദ്ധിയിലിട്ടുകൊണ്ട് വ്യാഖ്യാനിച്ചാൽ തെറ്റുപറ്റുന്ന കാര്യം സുനിശ്ചിതമല്ലേ സഹോദരന്മാരെ? അവിടെയാണ് തെറ്റുപറ്റിയത്. സുന്നത്ത് ജമാഅത്ത് പറയുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും ആ മഹാന്മാരായ സ്വഹാബത്ത് കൈമാറിത്തുന്ന വ്യാഖ്യാനം മാത്രമേ സ്വീകരിക്കാവൂ. സ്വഹാബത്ത് ഖുർആനും സുന്നത്തിനും കൊടുത്ത വ്യാഖ്യാനം അത് അങ്ങനെ തന്നെയാണ്. ആ വ്യാഖ്യാന വൈജാത്യങ്ങളാണ് പിൽക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ട 4 മദ്ഹബുകൾ: ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി. 4 മദ്ഹബുകളിലും ഭിന്ന വീക്ഷണങ്ങൾ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ അടിസ്ഥാന രേഖ പരിശോധിച്ചാൽ സ്വഹാബത്തിൻ്റെ വ്യാഖ്യാന വൈജാത്യങ്ങളാണെന്ന് വളരെ വേഗം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണം, സ്ത്രീകളെ തൊട്ടാൽ ഒന്നു മുറിയുമോ ഇല്ലേ? ഷാഫി മദ്ഹബ് പറഞ്ഞ് തൊട്ടാൽ എന്തായാലും മുറിയും. ഹനഫി മദ്ഹബ് പറയും തൊട്ടാൽ എന്തായാലും മുറിയില്ല. മാലിക്കി മദ്ഹബ് പറയും വൈകാരിക ചിന്തയോടെ തൊട്ടാൽ മുറിയും, ഇല്ലെങ്കിൽ മുറിയില്ല. എങ്ങനെ 3 അഭിപ്രായം വന്നത്? ഇവിഷയകമായി വന്ന ഖുർആൻ സൂക്തങ്ങളും നബി വചനങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് സ്വഹാബത്ത് വ്യക്തമായ 3 സമീപനോട് സ്വീകരിച്ചിട്ടുണ്ട്. പ്രമുഖരായ ഹദീസ് ഖുർആൻ വ്യാഖ്യാതാക്കളായ സ്വഹാബാക്കൾ ഷാഫി മദ്ഹബ് പറയുന്ന എന്തായാലും തൊട്ടാൽ ഉളു മുറിയുമെന്ന് പറയുന്ന അഭിപ്രായം പ്രമുഖരായ ഒരു പറ്റം സ്വഹാബിവരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷറഹുൽ മുഹദബിൽ കാണാമല്ലോ. ഇതേ ഖുർആനും സൂക്തങ്ങളും നബിവചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രമുഖരായ ഒരു പറ്റം സ്വഹാബിവരന്മാർ തൊട്ടാൽ എന്തായാലും മുറിയില്ല എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേ ഖുർആൻ സൂക്തങ്ങളും നബിവചനങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു പറ്റം സ്വഹാബിവരന്മാർ, പ്രമുഖരായ സ്വഹാബിവരന്മാർ വൈകാരിക ചിന്തയോടെ തൊട്ടാൽ മുറിയും, ഇല്ലെങ്കിൽ മുറിയില്ല എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് മദ്ഹബുകളായി ക്രോഡീകരിക്കപ്പെട്ടത്. 3 ശരി. എന്നാൽ പിന്നെ നമ്മളെന്തിനാ മുജാഹിദ് തൊട്ടാൽ മുറിയില്ല എന്നുള്ള കുറ്റം പറയുന്നത്? മുജാഹിദിനെ കുറ്റം പറയുന്നത് അത് മാത്രമാണ് ശരി എന്ന് പറയുകയും തൊട്ടാൽ മുറിയില്ല എന്ന് പറയുന്ന മദ്ഹബ് തെറ്റാണെന്ന് പറയുകയും ആ വിധത്തിൽ അവരുടെ ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ച് സ്വതന്ത്രമായി ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചുകൊണ്ട് മദ്ഹബിൻ്റെ അകത്തും പുറത്തുമുള്ള ഒരു 100 കൂട്ടം അഭിപ്രായങ്ങൾ ശരിയും തെറ്റും കൂട്ടിക്കലർത്തിക്കൊണ്ട് സ്വതന്ത്രമായി അവതരിപ്പിക്കുന്നുകൊണ്ടാണ് കുറ്റം പറയുന്നത്. കേവലം ഒരു മദ്ഹബിൻ്റെ വീക്ഷണം എന്നല്ലേ അത് മാത്രം സ്വീകരിച്ചാൽ കുറ്റപ്പെടുത്താൻ യാതൊരു ചാൻസുമില്ല. ഞാൻ സാന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. അപ്പം 4 മദ്ഹബുകളായി ക്രോഡീകരിക്കപ്പെട്ടത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ അതേ വിധത്തിൽ മഹാനായ ഇമാം അബുൽ ഹസൻ അശ്അരി, അബു മൻസൂർ മാതുരിദി മഹാന്മാർ രേഖപ്പെടുത്തിയതും ഇതേ പ്രകാരം തന്നെ ഖുർആനും സുന്നത്തിനും സ്വഹാബത്ത് വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് എന്തൊക്കെ വിശ്വാസങ്ങളായി ക്രോഡീകരിച്ച് നമുക്ക് കൈമാറിത്തന്നോ അതാണ് അഖീദയുടെ ഇമാമുകളും രേഖപ്പെടുത്തി വച്ചത്. നമ്മൾ ആ 4 മദ്ഹബിൽ ഉറച്ചു നിൽക്കും. വിശ്വാസരംഗത്ത് 2 മദ്ഹബുകൾ ഉറച്ചു നിൽക്കും. ഏത് വിഷയമെടുത്താലും ആ വിഷയം നമ്മൾ അംഗീകരിക്കുമ്പോൾ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് കൈമാറി തന്ന വ്യാഖ്യാനം അതാണ് നമുക്ക് മദ്ഹബിൽ ലഭ്യമാകുന്നത്. എന്നാൽ സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള കക്ഷികൾ, ഏത് കക്ഷികളാകട്ടെ, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് എന്നും എക്കാലവും പ്രത്യക്ഷപ്പെട്ട ഏത് കക്ഷികളെക്കുറിച്ച് പരിശോധിച്ചാലും ഒരു സത്യം നമുക്ക് ബോധ്യപ്പെടും. അവരൊക്കെ ഖുർആനും സുന്നത്തിനും സ്വന്തം വ്യാഖ്യാനം കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാമെന്ന് പറയുകയോ ചെയ്യുന്നവരാണ്. ചില ആളുകൾ സ്വന്തം വ്യാഖ്യാനിക്കില്ല എന്ന് പറയും, പക്ഷെ വ്യാഖ്യാനിക്കും. ചില ആളുകൾ പച്ചയായ ഖുർആനും സുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിക്കാം. സ്വഹാബത്തിനെയോ താബിഈങ്ങളെയോ പാള കിതാബുകളെയോ അംഗീകരിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. വലഖദ് യസ്സർനൽ ഖുർആൻ നമ്മൾ വളരെ ലളിതമാക്കി എന്ന് അല്ലാഹ് പറയുന്നുണ്ട്. പിന്നെ ഇമാമിങ്ങളെ വ്യാഖ്യാനം സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. പ്രത്യേകിച്ചും അക്കാലത്തെ ഇമാമികൾക്ക് ഹദീസുകളൊക്കെ കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. ഇന്ന് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി വളരെ വേഗം ഹദീസുകൾ സ്വീകരിക്കാനും കണ്ടെത്താനും സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തി സ്വതന്ത്രമായി നമ്മൾ വ്യാഖ്യാനിക്കണമെന്ന സമീപനമാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള സകലമാന കക്ഷികളും സ്വീകരിച്ച സമീപനം. അതന്നെ അവർക്ക് തെറ്റുപറ്റാനുള്ള ഒരേ ഒരു കാര്യവും. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനം മാത്രം അംഗീകരിക്കണം സുന്നത്ത് ജമാഅത്ത്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനം അംഗീകരിക്കാമതല്ല, നമ്മൾ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കണം സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള സകലമാന കക്ഷികൾ. ഈ സുന്നത്ത് ജമാഅത്ത് എന്ന അർത്ഥം തന്നെ അവിടെ. അതുകൊണ്ടല്ല നമുക്ക് അങ്ങനെ പേരിട്ടത് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്നത്തി വൽ ജമാഅ മാ വറദ ബിഹി സുന്ന വമാ ജറ അലൈഹിൽ ജമാഅ. ശറഹുൽ അഖായിദ് പറയുന്നു, പ്രവാചക ചര്യയിൽ അധിഷ്ഠിതമായ മാതൃക. ഖുർആൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ഖുർആൻ്റെ വ്യാഖ്യാന സുന്നത്ത്. അപ്പോൾ അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. പക്ഷേ അത് പറഞ്ഞു നിർത്താൻ പറ്റില്ല. വൽ ജമാഅ, സ്വഹാബത്താകുന്ന സമൂഹം കൊടുത്ത വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി. കണ്ട, അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്ന ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. വൽ ജമാഅ, സ്വഹാബത്തിനെയും അംഗീകരിക്കുന്ന പാർട്ടി. എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് നൽകുന്ന വിശദീകരണം, സ്വഹാബത്ത് കൊടുക്കുന്ന വ്യാഖ്യാനം, അവർ കൊടുക്കുന്ന അടിക്കുറിപ്പുകൾ അതുകൂടി അംഗീകരിക്കുന്ന പാർട്ടി എന്ന് വെച്ചാൽ ഖുർആനും സുന്നത്തും സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കുന്ന പാർട്ടി എന്നാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ അർത്ഥം.
സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള കക്ഷികളോ സ്വതന്ത്രമായി ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്ന പ്രയോഗതലത്തിൽ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വിഭാഗം. ഇവിടെ ഖുർആനും സുന്നത്തിനും സ്വഹാബത്ത് കൊടുക്കുന്ന വ്യാഖ്യാനം അംഗീകരിക്കുന്നത് മാത്രമാണ് ശരിയായ ലൈൻ എന്ന് ചെറിയ ചില ഉദാഹരണങ്ങൾ സഹിതം നമ്മൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇനി മുജാഹിദ് പ്രസ്ഥാനം പറയും പോലെ, ജമാഅത്തെ ഇസ്ലാമി പറയും പോലെ, തബ്ലീഗ് ജമാഅത്ത് പറയുന്നില്ലെങ്കിലും പ്രയോഗത്തിൽ കൊണ്ടുവന്നതുപോലെ മുഴുവൻ സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള കക്ഷികളുടെ നിലപാടുകളും പരിശോധിച്ചാൽ അവർക്ക് വിശുദ്ധ ഖുർആനും സുന്നത്തും പച്ചയായി തങ്ങളുടെ വാദഗതികൾക്ക് അനുസൃതമായി ദുർവ്യാഖ്യാനം ചെയ്താണ് അവരുടെ ആശയങ്ങൾ സമർപ്പിക്കുന്നത്. സ്വഹാബത്തിന് അങ്ങനെ അഭിപ്രായം കാണാൻ കഴിയില്ല എന്ന് പ്രകടമായി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സ്വഹാബത്ത് വ്യാഖ്യാനിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പം ജുമുഅ ഖുതുബ നമ്മുടെ അറബി ഭാഷയിലാണ് നിർവഹിക്കുന്നത്, നിസ്കാരം അറബിയിലാണ് നമ്മൾ നിർവഹിക്കുന്നത്, ബാങ്ക് അറബിയിലാണ് നമ്മൾ നിർവഹിക്കുന്നത്. ഈ ജുമുഅയുടെ ഖുതുബയുടെ കാര്യത്തിൽ മാത്രം പുതിയ ചിന്താഗതിക്കാർ ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു, പ്രാദേശിക ഭാഷയിൽ വേണമെന്നവർ വാദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, സ്വഹാബത്ത് ഒരു പ്രധാന ഘടകമാണല്ലോ. നമ്മൾ പ്രവാചകർ തെളിവ് പറയുമ്പോൾ അവർ പറയുന്ന ന്യായം, അത് പ്രവാചകൻ അറബി ആയതുകൊണ്ട് അറബിയിൽ ഖുതുബ നിർവഹിച്ചു. ഓക്കെ, പ്രവാചകൻ അറബി ആയതുകൊണ്ട് അറബിയിൽ ഖുതുബ നിർവഹിച്ചത് എങ്കിൽ പ്രവാചകരുടെ അനുചരന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ മാന്യമായി ചോദിച്ച ചോദ്യമാണ് ഇന്നലകളിൽ. പ്രവാചകരുടെ അനുചരന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദീനിൻ്റെ സന്ദേശവുമായി വ്യാപകമായി കടന്നു ചെന്നിട്ടുണ്ട്, ദഅവത്ത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും മഹാന്മാരായ സ്വഹാബത്തും താബിഈകളും ദീനെത്തിച്ചു എന്ന് ചരിത്രത്തിൽ രേഖയുണ്ടല്ലോ. ഇവർ ലോകത്ത് എവിടെയെങ്കിലും ചെന്ന സമയത്ത് പ്രാദേശിക ഭാഷയിലായിരുന്നു ഖുതുബ നിർവഹിക്കേണ്ടതിരുന്നെങ്കിൽ ഇവിടെ വന്ന സ്വഹാബി പറയണ്ടേ, നാട്ടുകാരെ വിളിച്ചിട്ട്, എടാ അന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാ ഉണ്ട്, ജുമാക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ റസൂലുള്ള അറബിയിലാണ് ഖുതുബ നോക്കി, ഞങ്ങൾക്ക് അറബിൻ്റെ ആൾക്കാർക്ക് അറബി അറിയും, ഇത് ഞാൻ അറബിയിൽ ഖുതുബ നടത്താൻ ഞങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്കാണെങ്കിൽ ഭംഗിയായി മലയാളം സംസാരിക്കാൻ അറിയില്ല. ആരാ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ആൾക്കാർ? അബ്ദുൽ ഖാദർ പ്രസംഗിക്കും. അബ്ദുൽ ഖാദറുടെ നല്ലൊരു പ്രസംഗം നടത്തണം, ദീനിനെ കുറിച്ച് ഉത്ബോധനം, എന്നിട്ട് ഖുതുബ ഇമാമത്ത് ഞാൻ നിർവഹിക്കാം. ഇങ്ങനെ പറഞ്ഞൊരു ചരിത്രം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല എന്ന് പരമാർത്ഥമാണ്. അപ്പോൾ സ്വഹാബത്ത് മനസ്സിലാക്കിയ വ്യാഖ്യാനം അത് അറബിയിൽ തന്നെ നിർവഹിക്കണമെന്നാണ്. ലോക ചരിത്രത്തിൽ സ്വഹാബത്തും താബിഈകളും താബികളും അങ്ങനെ ചെയ്തില്ലെന്ന് മാത്രമല്ല, ചരിത്രത്തിൽ ആദ്യമായി ലോകത്ത് പ്രാദേശിക ഭാഷയിൽ ഖുതുബ നിർവഹിച്ചത് 1923 ആധുനിക തുർക്കി റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഭരണാധികാരിയായ മുസ്തഫ കമാൽ പാഷ എന്ന വ്യക്തിയാണ്. മുസ്തഫ കമാൽ പാഷ എന്താണ് പ്രത്യേകത? അയാളുടെ പ്രത്യേകത, അയാൾ മാന്യനാ. കാരണം അയാൾ ഖുതുബ മാത്രമല്ല തുർക്കിയിലാക്കിയത്, അയാൾ ഖുതുബ തുർക്കിയിൽ വേണമെന്ന് പറഞ്ഞു, നിസ്കാരം തുർക്കിയിൽ വേണമെന്ന് പറഞ്ഞു, ബാങ്ക് തുർക്കിയിൽ വേണമെന്ന് പറഞ്ഞു, സലാം പറയുന്ന പോലും അസ്സലാമു അലൈക്കും അറബി വേണ്ട മലയാളത്തിൽ ഇംഗ്ലീഷ് തുർക്കിയിലാക്കുന്ന തുർക്കി പ്രാദേശിക ഭാഷയുടെ പക്ഷപാതപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ട് മതവിരുദ്ധമായ സമീപനം ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വീകരിച്ച ആ തുർക്കി റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയായിരുന്നു ലോക ചരിത്രത്തിൽ ആദ്യമായി ഖുതുബ പ്രാദേശിക ഭാഷയിൽ നിർവഹിച്ചത്. കൊച്ചു കേരളത്തിൽ സ്വഹാബത്ത് ദീൻ കൈമാറി തന്നില്ലേ? 1940-കളിൽ മാത്രമല്ലേ കൊച്ചിയിലെ ഒരു പള്ളിയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഖുതുബ ആരംഭിച്ചത്? മലപ്പുറം ജില്ലയിലെ എടവണ്ണയിലൊക്കെ ഇന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നായകൻ അബ്ദുസ്സലാം സുല്ലമിയുടെ പിതാവ് അലവി മൗലവിയാണ് ചരിത്രത്തിൽ ആദ്യമായി മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചത്. രേഖയിൽ അത് അവർ പറയുന്നു. എന്ന് വെച്ചാൽ ലോക മുസ്ലിം സമൂഹം അറബിയിൽ ഖുതുബ നിർവഹിച്ചു. എന്ത്? കാരണം സ്വഹാബത്ത് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ച് നമുക്ക് വ്യാഖ്യാനിച്ചു തന്നത് അറബിയിൽ നിർവഹിക്കണമെന്നാണ്. സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകുന്ന പ്രശ്നം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ആളുകൾക്കറിയാമല്ലോ. സ്ത്രീകൾ പള്ളിയിലേക്ക് ജുമാക്കും ജമാഅത്തിനും കൊണ്ടുപോകുന്നത് നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ തീരുമാനിക്കാനുള്ള മാനദണ്ഡം നമ്മൾ ഖുർആന്റെ സൂക്തമോ നബി വചനമോ സന്ദർഭത്തിന് അടർത്തിയെടുത്ത് വ്യാഖ്യാനിക്കലല്ല അതിൻ്റെ ലൈൻ. ഇത് സംബന്ധമായി വന്ന വിശുദ്ധ ഖുർആൻ വചനങ്ങളും നബി വചനങ്ങളും വിശദമായി അവലോകനം ചെയ്ത് സ്വഹാബത്ത് എന്ത് സമീപനം സ്വീകരിച്ചു? സ്വഹാബത്തിൻ്റെ സമീപനമാണ് പ്രധാനം. സ്വഹാബത്ത് സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചതായി, പഠിപ്പിച്ചതായി, അതിന് നിർദ്ദേശം നൽകിയതായി, അതിന് പുണ്യം കൽപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞതായി ഒരു രേഖയുടെ ശകലം പോലും ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. കാരണം അവർ ഖുർആനും സുന്നത്തും ആകത്തുക മനസ്സിലാക്കിയിട്ട് പ്രവാചകരുടെ അധ്യാപനം വിലയിരുത്തിയിട്ട് അത് ശരിയല്ല എന്നാണ് തീരുമാനിച്ചു വെച്ചത്. കേരളത്തിലെ ചരിത്രമെടുക്കാം. കേരളത്തിൽ ആദ്യമായി സ്ത്രീകളെ പള്ളിയിൽ കൊണ്ടുപോയത് എവിടെയാണ്?